ഉമ്മക്കുട്ടി. എന്റെ പേര് ഉമ്മക്കുട്ടി എന്നല്ല, നസീമ എന്നാ. ആണോ? പക്ഷെ എനിക്കിഷ്ടം ഉമ്മക്കുട്ടി എന്ന് വിളിക്കുന്നതാ. ഇഷ്ടം നോക്കി വിളിക്കാൻ വേറെ ആളെ നോക്ക്. അയ്യോ, ഞാൻ അതങ്ങ് മറന്നു. ഉമ്മക്കുട്ടിയുടെ ഇഷ്ടം നോക്കാൻ മിടുമിടുക്കനായ ഒരാളുണ്ടല്ലോ. അന്തോണി ചേട്ടാ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. നിനക്ക് ദേഷ്യം വന്നാൽ തന്നെ എവിടം വരെയാണ് സീമ? ഇങ്ങോട്ട് നോക്ക്. അബു എന്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന്? നിനക്ക് അബുവിന് ഇഷ്ടമാണെന്നും അബുവിന് നീ എന്ന് വെച്ചാൽ പ്രാണനാണെന്നും. അന്തോണി ചേട്ടാ, കളിയാക്കാതെ. പക്ഷേ ഉണ്ടല്ലോ നസീമേ, കാര്യമൊക്കെ കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നു? എന്താ? നീ ഒരു പാവം പെങ്കൊച്ച. അബു അബു എന്ന് പറഞ്ഞ് ചാകാൻ നടക്കല്ലോ. അത് അവനും അറിയാമേ. നീ ഇങ്ങനെ പെരുമാറോ? എന്താ തോന്നിച്ചിട്ട് കാര്യം? അല്ല, ഞാനിങ്ങനെ ടൗണിൽ പോയിട്ട് വരുന്ന വഴി ആ പമ്പിന്റെ അടുത്ത് നോക്കിയപ്പോ നമ്മുടെ അബുവിന്റെ വണ്ടി നിർത്തിയിരിക്കുന്നു. ഒരു സുന്ദരിയായ പെണ്ണിനെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുന്നു. അയ്യോ, അവരുടെ വർത്തമാനവും ചിരിയും കുഴച്ചിലും. അല്ല, കുറ്റം പറയരുതല്ലോ. അബു അല്ല ആരായാലും ആ പെണ്ണിനെ കണ്ടാ വീണു. ആ പെണ്ണ് അത്രയ്ക്ക് സുന്ദരിയാണെന്ന്. അതും പോരാഞ്ഞിട്ട് ആ പെണ്ണിനെയും കയറ്റി ഒറ്റപ്പോക്കും. നീ എന്തായി കാണിച്ചത്? എനിക്ക് ഇഷ്ടമുള്ളത്. കണ്ണാടി പൊട്ടിയത് കണ്ടില്ലേ? കണ്ണടിക്കിട്ടല്ല, നിങ്ങളുടെ നെറ്റിക്കിട്ട് എറിയേണ്ടിരുന്നത്. നീ എന്താ രാവിലെ കിടന്ന് കീറണത്? നിനക്ക് എന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്കെന്താ? ഉമ്മ അപ്പുറത്തുണ്ട്. നീ കിടന്ന് ബഹളം വെക്കാതെ കാര്യം പറ. ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്തില്ല അല്ലേ? നീ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കുന്നത് അറിയാണ്ട് ഞാനെന്ത് പറയാനാ? നിങ്ങൾ ഇന്നലെ ദാസിനെ കൊണ്ട് വണ്ടിയിൽ ടൗണിൽ പോയാ? പോയി. എന്നിട്ട് തിരിച്ചു വരുമ്പോ പമ്പിന്റെ അവിടെ വണ്ടി നിർത്തിയാ? നിർത്തി. അവിടെ ഒരു പെണ്ണ് നിൽപ്പുണ്ടായിരുന്നോ? അല്ല, അപ്പൊ അന്തോണി ചേട്ടൻ പറഞ്ഞത് നേരാണല്ലോ. എന്റെ പൊന്നു നസീമ, എന്നെ പിച്ച് ചെയ്താറ് ഉമ്മ എങ്ങനെ കേട്ടോണ്ട് വന്ന? കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ നിങ്ങളുടെ വിശേഷങ്ങൾ. പറഞ്ഞേ, ആ പെണ്ണോട് നിങ്ങൾ മിണ്ടിയോ? മിണ്ടി. വണ്ടി കയറ്റിക്കൊണ്ട് പോയോ? ഈ പെണ്ണിന് എന്ത് പറ്റി? വട്ടളയ്യ. കാണുന്ന പെണ്ണുങ്ങളോട് കൊഞ്ചി കൊഴുകി വണ്ടി കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നേ നിങ്ങൾക്കാ വട്ട്. പടച്ചു നിരക്കാത്ത കാര്യം പറയല്ലേ പെണ്ണെ. ICMലെ ഗോപാലിന്റെ അമ്മയുടെ ഞാൻ സംസാരിച്ചത്. പാവം ആശുപത്രി പോകും ബസ്സിനകത്ത് വെയിൽ നിൽക്കുമ്പോ വണ്ടി കൊണ്ടു വിട്ടു. അതിനെന്താ തെറ്റ്? ആ അന്തോണി പറഞ്ഞു പഠിപ്പിക്കുന്ന ഓരോ ഏഷനെയും കേട്ടിട്ടുണ്ടെങ്കിൽ പോകുന്നുള്ളൂ. എന്നെ മെക്കിട്ട് കയറാൻ. നേരാണ് നിങ്ങൾ ഈ പറഞ്ഞത്. അല്ല നുണ. നീ പോയി കേസ് കൊടുക്ക്. നീ ആരോടാ വർത്താനം പറയണേ? ഉമ്മ ആരോടില്ല ഉമ്മ. കണ്ണാടി നിലത്ത് വീണ് പൊട്ടി. അതെടുത്ത് കളയാൻ പോവായിരുന്നു. അത് ഞാൻ എടുത്ത് കളഞ്ഞോളാം. നീ ഇതൊന്നും എടുത്ത് കൈ മുറിക്കണ്ട. വന്ന് ചായ കുടിക്ക്, പണിക്ക് പോണ്ടേ? പിന്നില്ലാണ്ട്. ഇപ്പോഴേ ഇതാണ് നിന്റെ പ്രകൃതമെങ്കിൽ എന്റെ പൊന്നു നസീമെ നിക്കാഹ് കഴിഞ്ഞാ നീ എന്നെ ബാക്കി വെക്കൂലല്ലോ. കണക്കായിപ്പോയി, സഹിച്ചോ? മാറ്റിയിടും. എന്തിനാ സാറേ? നോക്കാൻ. എന്താ നോക്കിയേക്കുന്നത്? നമ്മൾ കുറച്ച് വെള്ളം കൊണ്ടുവരിക്കും. കണ്ടില്ലേ സാറിന്റെ കൈ മുഴുവൻ ചീത്തയായിരിക്കുന്നത്? കടൽമീന ഉണങ്ങിയാൽ ഭയങ്കര ഡയറക്റ്റ് സ്മെല്ലായിരിക്കും.
വെള്ളം ഞാൻ കൊണ്ടുവരാം മൂപ്പ. ആ സാറ് തകൃതിയാ മീൻ തരുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മീനിന്റെ പരുവം നോക്കുകയാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എത്രയാ വേണ്ടെന്ന് വെച്ചാ നല്ല പിടയ്ക്കുന്ന സൈസ് ഞങ്ങൾ അവിടെ എത്തിക്കായിരുന്നു. വേണ്ടപ്പോ വരുത്തിച്ചോളാം. ഇപ്പോഴൊക്കെ പോലീസുകാരന്മാരുടെ കാര്യം വലിയ കഷ്ടമായി തരും. വന്നു വന്നേ നാർന്ന മീൻകൊട്ടയിൽ വരെ കൈയിടണം. ആ ഡ്യൂട്ടിയല്ലേ, ചെയ്യാണ്ട് പറ്റും അല്ലേ സാറേ? താൻ ആ പറഞ്ഞ ശരിയാണ്. ഇത് വയറ്റിപ്പഴപ്പിന്റെ കാര്യമില്ലടോ, ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അതുകൂടാതെ ഇതിൽ വേറെയുണ്ടൊരു താല്പര്യം. പണ്ട് സ്കൂളിൽ പാഠപുസ്തകത്തിൽ ഒരു സ്വർണ്ണ മത്സ്യത്തിന്റെ കഥ പഠിച്ചത് ഓർമ്മയുണ്ട്. 1000 മീൻകുട്ട തിരയുമ്പോ ഒരുപക്ഷെ ഭാഗ്യത്തിന് ഒരു സ്വർണ്ണ മത്സ്യം വീണ് കിട്ടുന്നെങ്കിലോ? അതോടെ രക്ഷപ്പെട്ടില്ലേ? കിട്ടിയാ നല്ലതാ, പക്ഷെ ഒരു പ്രോബ്ലം, അത്ര എളുപ്പത്തിൽ കിട്ടൂല, വഴുതിപ്പോവും. ഈ സ്വർണ്ണ മത്സ്യത്തിന്റെ ഒരു സ്വഭാവം അതാണ്. അറിയാം, അതിനെന്താ? അല്ലെങ്കിലും അത്ര എളുപ്പത്തിൽ വീണ് കിട്ടിയാൽ പിന്നെ എന്താ ഇതിലൊരു ത്രില്ലുള്ളത്? പിന്നെ വഴുതിപ്പോകുന്ന കാര്യം. തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി എപ്പോഴും അങ്ങനെ രക്ഷപ്പെടാൻ വരുന്നുണ്ടോ? മിടുക്ക് പോലെ ഇരിക്കും സാറേ. ദാറ്റ്സ് കറക്റ്റ്. പക്ഷെ ഈ മിടുക്കെന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. അത് ഓർമ്മ വേണം. ചേട്ടാ 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 കഴിവുകളുടെ മോനെ, ഞാൻ അയച്ച ടെലിഗ്രാം കിട്ടിയില്ലേ? ടെലഗ്രാം അടിച്ചെന്ന് വെച്ച് ചേട്ടനെയും ചേച്ചിയും സ്വീകരിച്ചാനയിക്കാൻ വന്ന് കാത്തു നിൽക്കണമെന്നുണ്ടോ? പഴയ പ്രസാദൊന്നുമല്ല, ഇൻസ്പെക്ടർ സാറാണ്. അത് ഓർത്ത് വേണം സംസാരിക്കാൻ. അയ്യോ ചേച്ചി, സത്യമായിട്ടും അതല്ല. നിങ്ങളെ റിസീവ് ചെയ്യാൻ വരാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ചേച്ചി ഫോൺ. പിന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനും കുന്തവും കുറച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഫ്രീ ആയത്. ചേട്ടനറിയാമല്ലോ ഈ ജോലിയുടെ സ്വഭാവം. സമയം എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തമാവില്ല. നീ അതൊന്നുകൂടി പറഞ്ഞേ, തുളസി നന്നായിട്ടൊന്ന് കേൾക്കട്ടെ. ഉവ്വ് ചേട്ടന് പറ്റിയ അനിയൻ തന്നെ, സമ്മതിച്ചു. പോരെ, ഇരിക്കു കാത്തുണ്ട്. നാട്ടിപ്പോയില്ലേ? നേരെ ഇങ്ങി പോന്നു. ജോയിൻ ചെയ്തതിനു ശേഷം ലീവ് എടുത്ത് പോകാമെന്ന് കരുതി. ചെറിയമ്മ കാത്തിരിക്കായിരിക്കും പാവം. ഏതായാലും നാട്ടിൽ പോയിട്ട് വന്ന് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ജോയിൻ ചെയ്താലേ പെട്ടെന്ന് ലീവ് എടുത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ആയിക്കോട്ടെ, അതിനെന്താ? എടാ ജോലി കഴിഞ്ഞിട്ടില്ലാവളോ ലീവും മറ്റു കാര്യങ്ങളും ഒക്കെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, റിയലി നൈസ്. എടാ നമ്മുടെ രണ്ടുപേരുടെയും ക്വാർട്ടേഴ്സ് അടുത്തായി കിട്ടിയത് വളരെ സൗകര്യമായി. അയ്യോ, അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് സന്മനസ് കൊണ്ടൊന്നുമല്ല. ഞാനിവിടെ വന്നപ്പോ ക്വാർട്ടേഴ്സ് കിട്ടാൻ വലിയ പാടായിരുന്നു. ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണേലും ഈ വീട് സൗകര്യമായി കിട്ടിയപ്പോൾ ഞാൻ എടുത്തു. അപ്പൊ ദേ ആ വീട് പൂട്ടിക്കിടക്കുക. പണ്ടങ്ങാണ്ടോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ വെച്ചൊരു മദാമ്മ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അത്രേ. അത് പിന്നെ അവിടെ ആരും താമസിക്കാറില്ല. രാത്രിയിൽ അങ്ങനെ പാർട്ടി വന്നാലോ. അധികം നാൾ അവിടെ താമസിച്ചാൽ വായില്ലെന്ന അന്ധവിശ്വാസം. പിന്നെ ചേട്ടന് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നെന്ന് അറിഞ്ഞപ്പോ ഞാൻ തന്നെ ഇടപെട്ട് ഈ വീട് ഫിക്സ് ചെയ്തു. നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. ഇനി അഥവാ മദാമ്മ എങ്ങനെ രാത്രി വന്നാ എന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടേരെ, എനിക്കൊരു കമ്പനി. അതൊക്കെ പോട്ടെ. കമോൺ ടെൽ മീ നൗ, എങ്ങനെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ബോംബെയിൽ ഉണ്ടായിരുന്ന ധാരാശങ്കറാണ് ഇവിടുത്തെ ചീഫ് അല്ലേ? അതെ, ശങ്കറിന്റെ വലം കൈ അയാളുടെ മരുമകനാണ്, ഒരു താരാദാസ്. ഞാനിവിടെ വന്നിട്ട് ഇത്രയും നാളായിട്ട് രണ്ടുപേരെ ഒന്ന് കാണാൻ കൂടി കിട്ടിയിട്ടില്ല. അതെന്താ, അവരൊളിവിലാണോ? അല്ലെന്നേ, ഒന്നാമതായി ഇവന്മാർക്ക് ഒന്നും രണ്ടുമല്ല, പലതാ ബംഗ്ലാവും താവളമൊക്കെ. ഇനി തപ്പിപ്പിടിച്ചെങ്ങാനും ചെല്ലാന്ന് വെച്ചാൽ തന്നെ ധൃത കിട്ടിയോണ്ട് എന്താ കാര്യം? എന്തെങ്കിലും തെളിവോടെ കിട്ടിയല്ലേ പിടിച്ചു കുടിക്കാൻ പറ്റൂ. റിയലി ടഫ് ഗൈസ്. ഓൾ ദി മോർ വെൽക്കം. ശത്രുവിന് ശക്തി കൂടിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത്ര കണ്ട് നമുക്ക് ആവശ്യം കൂടുമല്ലോ. മതി മതി, രണ്ടാളും കൊള്ളാം. കണ്ട ഉടനെ തുടങ്ങി കള്ളനും പോലീസും കഥ വിസ്തരിക്കാൻ. ഇത് മൂപ്പന്. ചായ കൊള്ളാം. രാധ പഠിച്ചുപോയി. അത് രാധയ്ക്ക് മൂപ്പനെ പേടിയുള്ളോണ്ടാ. മൂപ്പന് കൂട്ടുന്ന ചായ മാത്രമേ നന്നാകാറുള്ളൂ, ബാക്കിയൊക്കെ കണക്കാ. എടാ അന്തോണിയെ, ഞങ്ങളുടെ രാധ അങ്ങനെ അങ്ങ് കൊച്ചാക്കാതെ. ആ എനിക്ക് എല്ലാവരുടെയും രാധേ രാധ എന്നുള്ള വിളിയും പറിച്ചിലും കേൾക്കുമ്പോഴാ വല്ല പെമ്പിള്ളേരും വിളിക്കുന്നത് പോലെ. എന്റെ അച്ഛനും അമ്മ എനിക്കിട്ട പേര് രാധാകൃഷ്ണൻ എന്നാ. നിങ്ങൾക്കൊക്കെ എന്നെ ആ പേര് വിളിച്ചാൽ എന്താ? എന്തൊരു ഐശ്വര്യമുള്ള പേരാണത്. അതെ, നിന്നെ രാധാകൃഷ്ണൻ എന്ന് വിളിക്കാൻ തുടങ്ങിയാലും നിന്റെ ഈ ശരീരപ്രതി കാണുമ്പോ അറിയാതെ രാധയെന്നായി പോകുന്നതാ. നീ അങ്ങ് ക്ഷമിക്കണം. ഒന്ന് പോവാൻ തോന്നി. ഇത് തന്നെയാ പറഞ്ഞത്. ഡ്രൈവർ ആരാകത്ത്? മുതലാളിയാണ്. വിളിക്കൂ. ഇൻസ്പെക്ടർ സാർ വിളിക്കുന്നു.
എക്സ്ക്യൂസ് മീ, വാട്ട്സ് യുവർ ഗുഡ് നെയിം? താരാദാസ്. വാട്ട്? താരാദാസ്. എന്ത് ചെയ്യുന്നു? സ്മഗ്ലിംഗ്. എന്ത്? സ്മഗ്ലിംഗ്. SMUGGLING. സ്മഗ്ലിംഗ്. കള്ളക്കടത്ത്. ഹലോ, സോ യു ആർ മിസ്റ്റർ താരാദാസ്. യെസ്. പരിചയപ്പെട്ട വളരെ സന്തോഷം. സ്വാമായി. നേരത്തെ വേണമെന്നുണ്ടായിരുന്നു. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് കാണുമായിരുന്നല്ലോ. ഇനി ആകാമല്ലോ. താങ്ക് യു. മോസ്റ്റ് വെൽക്കം. താങ്ക്സ്. വെൽ ഇൻസ്പെക്ടർ, നിങ്ങളുടെ പരിശോധന ഒന്ന് വേഗത്തിൽ നടത്തിയത് നന്നായിരുന്നു. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. വെക്കുള്ളൂ. ബൈ. പരിശോധിക്കണില്ലേ? വേണ്ട. താങ്ക് യു. MMB 1777 സ്റ്റേഷൻ ബാഗിന് എടുത്തു പോയോ? അത് ചെക്ക് ചെയ്തോ? ഇല്ല. എന്തൊരു വിഡ്ഢിത്തരമാണ് അത് കാണിച്ചത്. അതിനകത്തുണ്ടായിരുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം, താരാദാസ്. അത് മനസ്സിലാക്കിയിട്ടും പിന്നെ ചെക്ക് ചെയ്യായിരുന്നത്? താൻ താരാദാസ് ആണെന്നും തന്റെ ജോലി സ്മഗ്ലിംഗ് ആണെന്നും മുഖത്ത് നോക്കി കൂസല്ലാതെ പറയുന്ന ഒരാളുടെ വണ്ടി പരിശോധിക്കുന്നത് ഷിയർ വേസ്റ്റേജ് ഓഫ് ടൈം ആണെന്ന് തോന്നിയുണ്ട്. പ്രസാദ്, പക്ഷെ അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. നമ്മൾ മനസ്സിൽ കാണുന്നതിനപ്പുറം അയാൾ നേരത്തെ കണ്ടു. കമോൺ.